വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പിൻവലിച്ചോ? പഴയ പോലെ ഇനി വിവരാവകാശ അപേക്ഷകൾ സമർപ്പിക്കാനാവില്ലേ? 2005 നിലവിൽ വന്ന വളരെ ശക്തമായ ഒരു നിയമം ആയിരുന്നു വിവരാവകാശ നിയമം. ഈ നിയമപ്രകാരം നമുക്ക് വിവരങ്ങൾ അറിയുന്നതിനും പൊതു സംവിധാനങ്ങളിലെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിനും ഒക്കെ സാധിച്ചിരുന്നു. ഭരണഘടനയുടെ 19(1)(a) അനുച്ഛേദപ്രകാരമുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗം ആയാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇത് സാധാരണക്കാരുടെ ഒരു ശക്തമായ ആയുധം തന്നെയായിരുന്നു. എന്നാൽ ഈ നിയമത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? 2023 സെൻട്രൽ ഗവൺമെന്റ് പുതിയ ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. അതാണ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 അഥവാ DPDP ആക്ട് 2023. ഈ നിയമത്തിന്റെ അടിസ്ഥാനം ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരമുള്ള റൈറ്റ് ടു പ്രൈവസി എന്ന അവകാശമാണ്. ഈ പുതിയ നിയമപ്രകാരം എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഈ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം വ്യക്തികളുടെ പേഴ്സണൽ ഡേറ്റ സംരക്ഷിക്കുക എന്നതാണ്. അതായത് പേര്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, മെഡിക്കൽ വിവരങ്ങൾ, ശമ്പള വിവരങ്ങൾ, ഇങ്ങനെ ഒരാളുമായി ബന്ധപ്പെട്ട ഏതു വിവരവും പേഴ്സണൽ ഡേറ്റയായി കണക്കാക്കുന്നു. എന്നാൽ ഈ നിയമം ബാധകമാകുന്നത് ഡിജിറ്റൽ രൂപത്തിലുള്ള ഡേറ്റയ്ക്ക് മാത്രമാണ്. അതായത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ, അതുമല്ലെങ്കിൽ ഓൺലൈൻ റെക്കോർഡുകൾ പോലെയുള്ള സംവിധാനങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റകൾക്ക് മാത്രമാണ് എന്നർത്ഥം. പ്രൈവസി എന്ന കാര്യത്തിന് പൂർണ്ണ സുരക്ഷ ഈ നിയമപ്രകാരം ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന്, അല്ലെ? പറയാം. മുൻപ് RTIയിൽ ഉണ്ടായിരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു 8(1)(j) എന്നത്. ഇത് പ്രകാരം വലിയ പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ പേഴ്സണൽ ഇൻഫർമേഷൻ വിവരാവകാശ പ്രകാരം നൽകാം എന്നായിരുന്നു നിയമം. അതുകൊണ്ട് തന്നെ മുൻപ് പല ഉദ്യോഗസ്ഥന്മാരുടെയും വിവരങ്ങളും അതുപോലെ തന്നെ അവരുടെ സർവീസ് റെക്കോർഡ് പോലുള്ളവയും ഒക്കെ നമുക്ക് വിവരാവകാശം വഴി ലഭിക്കുകയും അതുവഴി പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിച്ചിരുന്നു. എന്നാൽ DPDP ആക്ട് വന്നതിന് ശേഷം RTIയിൽ ഉണ്ടായിരുന്ന സെക്ഷൻ 8(1)(j) എന്നത് മാറ്റപ്പെട്ടു. അതായത് ഇനി മുതൽ യാതൊരു തരത്തിലുമുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ വിവരാവകാശ പ്രകാരം ലഭിക്കുന്നതല്ല എന്നാണ് അർത്ഥം. എന്നാൽ പഴയതുപോലെ തന്നെ സർക്കാരിന്റെ തീരുമാനങ്ങൾ, സർക്കാർ ചെലവുകൾ, ടെൻഡറുകൾ, ഔദ്യോഗിക രേഖകൾ ഒക്കെ പഴയ പോലെ തന്നെ RTI പ്രകാരം ചോദിക്കുന്നതിനും അത് ലഭ്യമാക്കുന്നതിനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. ആകെ വരുന്ന വ്യത്യാസം പേഴ്സണൽ ഡേറ്റാസ് കിട്ടില്ല എന്നുള്ളതാണ്. ഓർക്കുക, RTI ആക്ട് പിൻവലിച്ചിട്ടില്ല. പുതിയ DPDP ആക്ട് വന്നപ്പോൾ ചില വ്യതിയാനങ്ങൾ ഉണ്ടായി എന്ന് മാത്രമാണ് ഉള്ളത്. വ്യക്തിപരമായി എനിക്കുള്ള ഒരു ആശങ്ക ചില സാഹചര്യത്തിലെങ്കിലും ഈ പുതിയ നിയമം ദുരുപയോഗിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ചില ഉദ്യോഗസ്ഥരെങ്കിലും നിക്ഷിപ്ത താല്പര്യത്തോടെ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മറച്ചു വെക്കാൻ ഉള്ള പക്ഷം ഈ പുതിയ നിയമത്തിന്റെ പിൻബലത്തിൽ വിവരാവകാശ അപേക്ഷകൾ നിരസിച്ചേക്കാം. ഇത് വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയായ സുതാര്യതയ്ക്ക് കളങ്കം വരുത്തുന്ന ഒരു നടപടിയായി മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓരോ നിയമങ്ങളും അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിനായി ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ചിലപ്പോഴെങ്കിലും ഇതിന് വിപരീതമായി സംഭവിക്കുന്നതിന് നമ്മളൊക്കെ സാക്ഷികളാണ്. എന്തായാലും വിവരാവകാശ നിയമം ഇല്ലാണ്ടായിട്ടില്ല. അതിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിന് ചെറിയ മാറ്റം വന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും നിയമ അവബോധത്തിനായി നൽകിയ വിവരണം ആണ് ഇത്. വസ്തുതകളെ കുറിച്ച് ശരിയായി പഠിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനം ലൈക്കായും ഷെയറായും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള നിയമപരമായ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.